ഇത് ചെയ്തില്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പലർക്കുമുള്ള ഡൗട്ടാണ് ടയറിൽ നൈട്രജൻ ആണോ എയർ ആണോ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇതിനൊരു എക്സ്ട്രാ ടൈമും കോസ്റ്റും ഒക്കെ നമുക്ക് ചിലവാകും. ഇതിനാകെ 100 രൂപയെ വരുന്നുള്ളൂ. അടുത്ത് യൂസ് ടയേഴ്സ് വാങ്ങി യൂസ് ചെയ്യണോ എന്നുള്ളതാണ്. യൂസ് ടയേഴ്സ് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ, ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ ബ്ലേഡ്സ്. അപ്പോൾ ഇത് നമ്മളൊരു ടയർ ചേഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോമിനാറിൻ്റെ റിയർ ടയർ ബേൺ ഔട്ടായി, അത് ചേഞ്ച് ചെയ്യാൻ ടൈമായി എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്. ഈ വീഡിയോയ്ക്കകത്ത് ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ടയർ ലൈഫും മെയിൻ്റെനൻസിനൊക്കെ ആയിട്ടുള്ള ടിപ്സൊക്കെ ആയിരിക്കും പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്ന ടയർ MRFൻ്റെ റെവ്സ്റ്റിയാണ്. ഇത് ഞാൻ അന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് 4800 റുപ്പീസ് അറൗണ്ടാണ് ആയത്. ഓൾമോസ്റ്റ് എനിക്കൊരു 14.5K കിലോമീറ്റേഴ്സ് ടയർ ലൈഫും കിട്ടി. ഇത് വെച്ച് 2-3 ഓഫ് റോഡ് ട്രയൽസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. മോശമില്ലാത്ത വെറ്റ് ഗ്രിപ്പും ഉണ്ട്. അതുകൊണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴും MRF റെവ്സ്റ്റി തന്നെയാണ് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് അപ്പോളോ ഇട്ടില്ല, വൈ ഡുവൽ പർപ്പസ് ടയേഴ്സ് എന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഈ കോമ്പിനേഷൻ അടിപൊളിയാണ്. ഒരുപാട് അക്രമമൊന്നും കാണിച്ച് ഓടിക്കുന്ന ആളുകളല്ലെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. സപ്പോസ് നിങ്ങളൊരു ട്രിപ്പ് പോയി, അപ്പോൾ നിങ്ങളൊരു ഓഫ് റോഡ് ട്രെയിൽ കണ്ടിട്ട് അത് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് ടയേഴ്സ് ആണെങ്കിൽ ഭയങ്കര കഷ്ടമായിരിക്കും. കാരണം വെറ്റ് സർഫേഴ്സോ സ്ലഷൊക്കെ ആണെങ്കിൽ ഒട്ടും ഗ്രിപ്പ് കിട്ടില്ല. ആ ടൈമിൽ ഈ കോമ്പിനേഷൻ തരുന്ന കോൺഫിഡൻസ് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ ടയറിൽ എഴുതിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അത് യെല്ലോ ഡോട്ടിൽ കാണുന്നത് ആക്ച്വലി അതൊരു ഇൻഡിക്കേറ്ററാണ്. അതാണ് ഈ ടയറിൻ്റെ ഏറ്റവും ലൈറ്റസ്റ്റ് പോയിന്റ്. ആക്ച്വലി ഈ യെല്ലോ ഡോട്ടും നമ്മുടെ ടയറിൻ്റെ വാൽവ് സ്റ്റെം ഉണ്ടല്ലോ, കാറ്റടിക്കുന്ന ഏരിയ, ആ ഏരിയയും കൂടെ അലൈൻ ചെയ്യണം എന്നാണ് ടെക്നിക്കാലിറ്റി. കാരണം പ്രോപ്പർ അലൈൻമെൻറ്റിന് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് എഴുതിയിരിക്കുന്നത് 150, അതായത് 150 സെക്ഷൻ ടയറാണിത്. ടയറിൻ്റെ വിഡ്ത്ത് ആണിത് 150 മില്ലിമീറ്റർ. പിന്നെ വരുന്നത് 60, അത് ആസ്പെക്ട് റേഷ്യോ എന്നാണ് പറയുന്നത്. 60% ഓഫ് 150 ഹൈറ്റ് ഓഫ് ദ ടയർ എന്ന് വേണേൽ പറയാം. പിന്നെ 6 റേഡിയൽ ടയേഴ്സിനാണ്. 17 എന്ന് പറയുന്നത് 17 ഇഞ്ച് അലോയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ടയേഴ്സാണിത്. നമ്മുടെ അലോയുടെ സൈസ് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. പിന്നെ MC എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ. 66 എന്ന് പറയുന്നത് ലോഡ് ഇൻഡെക്സ് ആണ്. സോ 66 എന്ന് പറയുമ്പോൾ 66 കിലോ എന്നല്ല, ഓരോ ഇൻഡെക്സുകളായിട്ടാണ്. 66ൻ്റെ വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 300 kgയോളം വരും. H എന്ന് പറയുന്നത് നമ്മുടെ ടയർ റേറ്റിംഗ് ആണ്. ഓൾമോസ്റ്റ് 210 കിലോമീറ്റേഴ്സ് വരെയൊക്കെ ഈ ടയറിന് പോകാൻ കഴിയും. നമ്മുടെ സൂപ്പർ ബൈക്സിലൊക്കെ WY റേറ്റിംഗ്, അങ്ങനെ 300 കിലോമീറ്റേഴ്സ് ഒക്കെ പോകാൻ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ വരുന്ന MRF, മദ്രാസ് റബ്ബർ ഫാക്ടറി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. പിന്നെ പലർക്കുമുള്ള ഡൗട്ടാണ് ടയറിൽ നൈട്രജൻ ആണോ എയർ ആണോ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിൽ ആക്ച്വലി പലർക്കും പല അഭിപ്രായങ്ങളാണ്. എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഫില്ല് ചെയ്യാറ് നൈട്രജൻ ആണ്. കാരണം പെട്രോൾ പമ്പ്സിലെല്ലാം ഇത് റെഡിലി അവൈലബിൾ ആണ്. ഒരു എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് വരുന്നില്ല. സപ്പോസ് നിങ്ങളുടെ വണ്ടി നിങ്ങൾ കൂടുതലും ലോക്കലി ആണ് യൂസ് ചെയ്യുന്നത്, ഒരുപാട് ദൂരമൊന്നും ഓടിക്കാറില്ലെങ്കിൽ നൈട്രജൻ ആണെങ്കിലും എയർ ആണെങ്കിലും നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല. ഓൺ ദ അതർ ഹാൻഡ്, പക്ഷേ നിങ്ങൾ ഒരുപാട് ലോങ് ട്രാവൽസ് ചെയ്യുന്നതാണ്, ഹൈവേ ക്രൂയിസൊക്കെ ചെയ്യുന്ന ആളുകളാണ്, നിങ്ങളുടെ ടയേഴ്സ് എപ്പോഴും ചൂടായിട്ടായിരിക്കും ഓടുന്നത്. അപ്പോൾ നൈട്രജൻ ആണ് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ടയേഴ്സ് കുറച്ചും കൂടെ കൂളറായിട്ട് വെക്കാൻ നൈട്രജൻ ഹെൽപ്പ് ചെയ്യും ഇൻ കമ്പാരിസൺ വിത്ത് എയർ. അങ്ങനെ മാത്രമേ നമുക്കൊരു ലോങ്ങർ റണ്ണിൽ കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ എനിക്ക് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏതടിച്ചാലും പ്രോപ്പറായിട്ട് ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കാര്യം. അതായത് നിങ്ങളുടെ വണ്ടിക്ക് മാനുഫാക്ചറർ റെക്കമെൻഡ് ടയർ പ്രഷർ ഉണ്ട്, അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരിക്കലും ഓവർ ഇൻഫ്ലേറ്റഡ് ആവാതെയും അണ്ടർ ഇൻഫ്ലേറ്റഡ് ആവാതെയും ശ്രദ്ധിക്കണം. അങ്ങനെ ആയാലുള്ള ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ, ഓവർ ഇൻഫ്ലേറ്റഡ് ആണെങ്കിൽ ടയറിൻ്റെ കോണ്ടാക്ട് ഏരിയ കുറയും. ടയറിൻ്റെ നടുഭാഗം മാത്രമേ റോഡിൽ കോണ്ടാക്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആളുകൾ മൈലേജ് എഫിഷ്യൻസിക്ക് വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് റിസ്ക്കിയാണ്, ഒട്ടും റെക്കമെൻഡഡ് അല്ല. കാരണം ലെസ് കോണ്ടാക്ട് ഏരിയ ലെസ് ഗ്രിപ്പ്. ഇനി അണ്ടർ ഇൻഫ്ലേറ്റഡ് ആണെങ്കിൽ കൂടുതൽ ഏരിയ കോണ്ടാക്ട് ഉണ്ടാവും, മൈലേജിനെ അഫക്റ്റ് ചെയ്യും, ഒരുപാട് തേയ്മാനം സംഭവിക്കും. സോ എപ്പോഴും കറക്റ്റ് പ്രഷർ ഏതാണോ അത് നോക്കി കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ടയർ ലൈഫിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ടയർ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വാൽവ് സ്റ്റെമിൻ്റെ കണ്ടീഷനാണ്. അതായത് കാറ്റടിക്കുന്ന ആ വാൽവ് അത് ഓവർ ദ റൺ ഡാമേജ്ഡ് ആവും. പക്ഷെ നമ്മളാരും അതങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴാണ് ഇത് ഡാമേജായി അതിൽ എയർ ലീക്ക് വരുന്നതെങ്കിൽ അന്നത്തെ ഫുൾ പ്ലാൻ കുളവും. കാരണം വാൽവ് സ്റ്റെം ചേഞ്ച് ചെയ്യണമെങ്കിൽ വീൽസ് ടയറിൽ നിന്ന് റിമൂവ് ചെയ്യണം. കാരണം ഇത് അകത്തുനിന്നാണ് ഫിറ്റ് ചെയ്യുന്നത്.
സോ ഇതിനൊരു എക്സ്ട്രാ ടൈമും കോസ്റ്റും ഒക്കെ നമുക്ക് ചിലവാകും. ഇതിനാകെ 100 രൂപയെ വരുന്നുള്ളൂ. സോ നമ്മൾ ടയർ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ടൈമിൽ ഇതിൻ്റെ ഹെൽത്ത് കൂടെ ചെക്ക് ചെയ്ത് അതിന് ക്രാക്സോ ഡാമേജസോ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ടയർ മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് വീൽ ബാലൻസിങ് ആണ്. ഇത് ചെയ്തില്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അൺഈവൻ വെയർ ഉണ്ടാവും. അതായത് വെട്ടിത്തേക ഒരു ടയറിൻ്റെ ഒരു സൈഡ് മാത്രം പകുതി ലൈഫ് ആകുമ്പോഴത്തേക്കും ചെത്തിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. വീൽ ബാലൻസ് ചെയ്താൽ ഇത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. വേറെ 200 രൂപ ചിലവാക്കിയ പല ഷോപ്സിലും ഇത് അവൈലബിൾ ആണ്. 5000 രൂപയുടെ 6000 രൂപയുടെയും ടയർ വാങ്ങിയിടുമ്പോൾ ഇത് ചെയ്യുന്നത് എന്തായാലും നല്ലൊരു തീരുമാനമായിരിക്കും. അടുത്ത് യൂസ് ടയേഴ്സ് വാങ്ങി യൂസ് ചെയ്യണോ എന്നുള്ളതാണ്. യൂസ് ടയേഴ്സ് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി സേഫ് അല്ല എന്ന് ഞാൻ പറയും. ബഡ്ജറ്റ് ടൈറ്റ് ഒക്കെ ആണെങ്കിൽ തൽക്കാലത്തേക്ക് വാങ്ങി യൂസ് ചെയ്യാൻ നല്ലതാണ്. പക്ഷെ എപ്പോഴും റെക്കമെൻഡഡ് അല്ല. വാങ്ങുമ്പോൾ നോക്കിയും കണ്ടൊക്കെ വാങ്ങിക്കുക. അത്യാവശ്യം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോപ്സിൽ നിന്ന് വാങ്ങിക്കുക. മറ്റാൾക്കാരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് വാങ്ങിക്കുക. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.